DIG ഓഫീസ്. കമ്മീഷണറുടെ ഔദ്യോഗിക വാഹനം ഒരു ഇരുമ്പരോടെ DIG ഓഫീസിന് മുന്നിൽ വന്നു നിന്നും. പിൻസീറ്റിലും ഡോർ തുറന്ന് പ്രിയദർശിനി പുറത്തേക്കിറങ്ങി. തൊപ്പി ഒന്നുകൂടി ഉറപ്പിച്ചു വെച്ചുകൊണ്ട് അവൾ നേരെ DIG ഓഫീസിനകത്തേക്ക് കയറി ചെന്നു. മേ ഐ കമിൻ സാർ? യെസ് കമ്മിങ്. അകത്തുനിന്ന് മറുപടി കിട്ടിയതും അവൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. DIGയുടെ മുന്നിലെത്തിയതും അവൾ അയാളെ നോക്കി സല്യൂട്ട് ചെയ്തു. അയാൾ മുന്നിട്ടിരിക്കുന്ന ചെയറിലേക്ക് ചൂണ്ടി അവളോട് ഇരിക്കാൻ പറഞ്ഞതും അവൾ ഗൗരവത്തോടെ അവിടേക്ക് ഇരുന്നു. യെസ് പ്രിയദർശിനി, പുതിയ അപ്ഡേറ്റ്സ് എന്താണ്? കേസിനാസ്പദമായി എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയോ? യെസ് സാർ, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ സാറിനടുത്തേക്ക് വന്നത്. അയാൾ ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു. യെസ് പറയൂ. അയാൾ ചോദിച്ചതും അവൾ കയ്യിലിരുന്ന ബ്ലൂ കളർ ഫയൽ ടേബിളിന് പുറത്തേക്ക് വെച്ച ശേഷം പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ പെൻഡ്രൈവ് എടുത്ത് അയാൾക്ക് നേരെ നീട്ടി. സാർ പ്ലീസ് സീ ദിസ്. അവൾ പറഞ്ഞതും അയാളത് തൻ്റെ മുന്നിലിരിക്കുന്ന ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തു. അതിലെ ഓരോ ഭാഗങ്ങൾ കണ്ടതും അയാളിൽ അവിശ്വസനീയത തെളിഞ്ഞു. വാട്ട് ഈസ് ദിസ് പ്രിയ? ഐ കാൻ ബിലീവ് ദിസ്. അയാൾ ഞെട്ടലോടെയും അവിശ്വസനീയതയോടെയും അവളോടായി പറഞ്ഞു. യെസ് സാർ, ആദ്യം കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ബട്ട് സാർ, ഇറ്റ്സ് ട്രൂ. അവൾ അയാളെ നോക്കി ഉറപ്പോടെ പറഞ്ഞു. വാട്ട് നെക്സ്റ്റ്? അയാളൊന്ന് മൂളിയ ശേഷം അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതിന് മറുപടി അവൾ അയാളെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. പ്രസ് മീറ്റിംഗ്. അവൾ പറഞ്ഞു കേട്ട് അയാളുടെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു. പതിയെ അതൊരു പുഞ്ചിരിയായി മാറി. എഗ്രീഡ്. അയാൾ അനുവാദം നൽകിയതും അവളൊരു പുഞ്ചിരിയോടെ എഴുന്നേറ്റ് അയാൾക്ക് സല്യൂട്ട് നൽകി. ശേഷം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പുറത്തേക്ക് നടന്നു. ഭംഗിയിൽ ഞൊറിഞ്ഞെടുത്ത സാരിയുടെ മുന്താണി തോളിലേക്ക് ഇട്ടുകൊണ്ട് ആവണി കണ്ണാടിയിലേക്ക് നോക്കി. പതിവിലും സുന്ദരിയായിരുന്നു അവൾ. നീട്ടി എഴുതിയ കണ്ണുകളും ചുവന്ന ചുണ്ടുകളും അവളെ സൗന്ദര്യത്തെ എടുത്ത് കാട്ടുന്നുണ്ടായിരുന്നു. അവളൊരു പുഞ്ചിരിയോടെ കണ്ണാടിയിലേക്ക് നോക്കി നിന്നു. പെട്ടെന്ന് വാതിൽ ആരോ മുട്ടുന്ന സൗണ്ട് കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. ശേഷം സംശയത്തോടെ ചെന്ന് വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. ശ്രീയേട്ടൻ. അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞതും അവൻ അവളെ അടിമുടി ഒന്ന് നോക്കി. ഇന്നെന്നെ പെണ്ണ് സുന്ദരിയായിട്ടുണ്ടല്ലോ. അവൻ അവളെ മൊത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞതും അവളുടെ ചുണ്ടിൽ നാണം കലർന്ന ഒരു പുഞ്ചിരി തെളിഞ്ഞു. അവൻ തിരിഞ്ഞ് ചുറ്റിനും ഒന്ന് നോക്കിയ ശേഷം പതിയെ അകത്തേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്തു. ഏയ് ശ്രീയേട്ടാ, എന്തീ കാണിക്കുന്നത്? ആരെങ്കിലും കണ്ടാൽ തീർന്നു, പുറത്തേക്കിറങ്ങിയേ. അവൾ അവനെ തള്ളി പുറത്തേക്ക് ഇറക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും അവൻ അവളെ ഇടുപ്പിലോട് ചുറ്റിപ്പിടിച്ച് തന്നെ നെഞ്ചിലേക്ക് ചേർത്തിരുന്നു. ശ്രീയേട്ടാ. വിറച്ചുകൊണ്ട് അവൾ വിളിച്ചപ്പോഴേക്കും അവൻ തന്നെ ചൂണ്ടുവിരൽ കൊണ്ട് അവളെ ചുണ്ടിന് കുറുകെ വെച്ചു. എനിക്ക് കാണാൻ വേണ്ടിയല്ലേ ഇത്രയും സുന്ദരി ഒരുങ്ങി നിന്നത്? അപ്പം ഞാൻ ശരിക്കൊന്ന് കാണണ്ടേ? ഒരു കണ്ണിറക്കി കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും മിഴിഞ്ഞ കണ്ണുകളോടെ അവൾ അവനെ നോക്കി നിന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാക്കി ഓടി നടന്നു. പതിയെ അവളെ ചുവന്ന തൊടുത്ത ചുണ്ടുകളിൽ വന്ന് നിന്നതും അവൻ അവ കടിച്ചെടുത്ത് നുണയാൻ തുടങ്ങി. ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ അവൻ അവളിൽ നിന്ന് മകന്നു മാറുമ്പോൾ ശ്വാസമെടുക്കാൻ കഴിയാതെ അവൾ അവനെ നെഞ്ചിലേക്ക് തന്നെ വീണുപോയി. എന്താടി പെണ്ണേ, ഇത്രയ്ക്കുള്ള സ്റ്റാമിനയൊക്കെയുള്ളോ എൻ്റെ പെണ്ണിന്? അതിന് മറുപടി അവൾ അവനെ നെഞ്ചിൽ അമർത്തി കടിച്ചു. ആ സുഖമുള്ള നോവിൽ അവൻ ഒരു നിമിഷം കണ്ണുകൾ മുറുക്കി അടച്ചു നിന്നു. അവൾ അവനെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് അവനെ മുറുക്ക പുണർന്നു. ഐ ലവ് യു ശ്രീയേട്ടാ. ഒരു നിമിഷം അവൾ നാവിൽ നിന്ന് കേട്ട വാക്കുകളിൽ മുറുക്കി അടിച്ചിരുന്ന അവൻ്റെ കണ്ണുകൾ ഞൊടിയിടയിൽ തുറന്നു. അവൻ വിടർന്ന കണ്ണുകളോടെ അവളുടെ മുഖം തൻ്റെ ഇരു കൈകൾ കൊണ്ടും കോരിയെടുത്തു. വേണി. അവൻ പതർച്ചയോടെ വിളിച്ചതും അവൾ അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. നിറഞ്ഞ സന്തോഷത്തോടെ അവൻ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. കോളേജിന് മുന്നിൽ കാറിൽ വന്നിറങ്ങി ശ്രീനാഥിൻ്റെയും കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടക്കുമ്പോൾ ആവണിയുടെ കണ്ണുകൾ സ്റ്റാഫ് റൂമിന് നേർക്ക് നീണ്ടു. അന്ന് ബീച്ചിൽ വെച്ച് മേഘയുമായിട്ടുള്ള സംസാരത്തിന് ശേഷം പിന്നെ ഇന്നാണ് അവൾ കോളേജിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇതുവരെ മേഘയെ കാണാനോ അവളെന്ന് പറഞ്ഞതിനുള്ള മറുപടി കൊടുക്കാനോ ആവണിക്ക് സാധിച്ചിരുന്നില്ല. പിന്നെ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അവൾക്കുള്ള മറുപടി ശ്രീ തന്നെ കൊടുത്തോളാമെന്ന് അവൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ശ്രീയും കൂട്ടിക്കൊണ്ട് അവൾ കോളേജിലേക്ക് വന്നത്. ശ്രീയേട്ടാ, ടെൻഷനുണ്ടോ? എന്തിന്? മുന്നോട്ട് നടക്കുന്നിടയിൽ അവൾ ചോദിച്ചതും അവൻ നെറ്റിച്ചു വിളിച്ചു. അല്ല, അത് പിന്നെ കൂട്ടുകാരൻ്റെ പെങ്ങളല്ലേ, അപ്പം പിന്നെ സൂക്ഷിച്ചു വേണ്ടി സംസാരിക്കാൻ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അതൊക്കെ ഞാൻ അവളോട് സംസാരിച്ച് കാര്യങ്ങൾ റെഡിയാക്കിക്കോളാം. എൻ്റെ പെണ്ണ് അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട കേട്ടോ. അതിനൊന്ന് മൂളിക്കൊണ്ട് അവൾ അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് നടന്നു. മുന്നിലേക്ക് ആരും നടന്നു വരുന്നത് പോലെ തോന്നിയതും തല ഉയർത്തി നോക്കിയ മേഘയുടെ കണ്ണുകൾ ഒരു നിമിഷം നിറഞ്ഞൊഴുകി. ആവണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ശ്രീനാഥിനെ കണ്ടതും അവൾ പതിയെ തൻ്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. ആവണിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന സ്ത്രീയെ കാണുന്തോറും മേഘയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ അവളുടെ മുഖത്തേക്ക് നോക്കാതെ മുഖം കുനിച്ചു നിന്നു. മേഘ.
ആവണി ശ്രീയുടെ കയ്യിൽ നിന്ന് മകന്ന് മാറി മേഘയുടെ അരികിലേക്ക് വന്നുകൊണ്ട് അവളെ വിളിച്ചു. മുഖമുയർത്തി നോക്കി അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും ആവണിക്ക് എന്തോ സങ്കടം തോന്നി. അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് മേഘയോട് സംസാരിക്കാൻ തുടങ്ങി. മേഘ, കഴിഞ്ഞ ദിവസം നീ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ? അതിനുള്ള മറുപടി ഞാൻ അപ്പോൾ തരാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ? ആവണി ചോദിച്ചത് മേഘ സംശയത്തോടെ അവളെ നോക്കി. നിനക്കതിനുള്ള മറുപടി തരാൻ എന്നേക്കാൾ അർഹത എൻ്റെ ശ്രീയേട്ടനാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അന്നൊന്നും പറയാതെ അവിടെ നിന്നും പോയത്. അവൾ പറഞ്ഞത് മേഘ ശ്രീയുടെ മുഖത്തേക്കൊന്ന് നോക്കി. താനെന്ന് എന്നോട് പറഞ്ഞതിനൊക്കെയുള്ള മറുപടി എൻ്റെ ശ്രീയേട്ടൻ തനിക്ക് തരും. ശ്രീയേട്ടാ, നിങ്ങൾ സംസാരിക്കുക, എനിക്ക് ക്ലാസ് ഉണ്ട്, ഞാൻ പോട്ടെ. അവൾ ചോദിച്ചതും അവൻ തലയാട്ടിക്കൊണ്ട് സമ്മതം അറിയിച്ചു. ആവണി മേഘ ഒന്നുകൂടി നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. മേഘയ്ക്ക് ഇപ്പോൾ ക്ലാസ് ഉണ്ടോ? ആവണി പോയതും ശ്രീ മേഘയോടായി ചോദിച്ചു. അതിന് മറുപടി അവളില്ലെന്ന് തലയാട്ടി. എന്നാൽ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ? അവൻ ഗൗരവത്തോടെ ചോദിച്ചതും അത് മനസ്സിലായതുപോലെ അവളൊന്ന് മൂളി. അപ്പം തന്നെ അവൻ തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നടന്നു. തൊട്ടു പിന്നാലെ തല കുനിച്ചുകൊണ്ട് അവളും നടന്നു. വാഗമരത്തിന് ചുവട്ടിൽ കൈയും കെട്ടി തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നിൽക്കുന്ന സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കാനാകാതെ മേഘ മുഖം കുനിച്ചു. ഇനി പറയും മേഘ, എന്ത് തന്റെ പ്രോബ്ലം? ഒട്ടും ഗൗരവം കുറയ്ക്കാതെ രൂക്ഷമായി സ്വരത്തിൽ സ്ത്രീ ചോദിച്ചതും അവളൊന്ന് പതറി. അത് എനിക്ക് അവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചുവെങ്കിലും അവൻ്റെ മുൻപിൽ ശബ്ദം പുറത്തേക്ക് വന്നില്ലെന്നതാണ് ശരി. തനിക്ക് എന്നോട് പ്രണയമാണോ? മുഖവരെ ഏതും കൂടാതെ അവൻ ചോദിച്ചതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി. പറയണം, തനിക്ക് എന്നോട് പ്രണയമായിരുന്നോ? അവൻ വീണ്ടും ചോദിച്ചതും അവൾ നിറക്കണ്ണുകളോടെ അവനെ നോക്കി. അത് ശ്രീനാഥേട്ടാ, എനിക്കൊന്നും അറിയില്ല. അറിയാതെ എപ്പോഴും ഞാൻ സ്നേഹിച്ചു പോയി. മറ്റൊരു വൾക്ക് സ്വന്തമാണെന്ന് അറിഞ്ഞപ്പോൾ മറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ. പക്ഷെ എന്നെക്കൊണ്ട് കഴിയുന്നില്ല. അത്രയ്ക്ക് ഞാൻ സ്നേഹിച്ചു പോയി. എന്നെ കൈവിടലേ. എൻ്റെ വേണ്ടെന്ന് പറയില്ലേ പ്ലീസ്. അവൾ അവൻ്റെ ഇരു കൈകളിലും മുറുക്കെ പിടിച്ചുകൊണ്ട് കണ്ണുനീരോടെ പറഞ്ഞതും ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കി നിന്നു. സ്വന്തം പ്രണയം നേടാൻ വേണ്ടി തൻ്റെ ആത്മാഭിമാനം പോലും പണയം വെച്ചുകൊണ്ട് തൻ്റെ മുൻപിൽ യാചിക്കുന്ന ആ പെൺകുട്ടിയുടെ അവന് സഹതാപം തോന്നി. ഒരാളെ ഭ്രാന്തമായി പ്രണയിച്ചൊടുവിൽ അത് നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോഴുള്ള അവസ്ഥ അത് വളരെ ദയനീയം തന്നെയാണ്. അത് തന്നെക്കാൾ നന്നായിട്ട് മറ്റാർക്കാണ് അറിയാവുന്നത്? ഒരു നാൾ തൻ്റെ പ്രണയം തനിക്ക് നഷ്ടമാകുമെന്ന് തോന്നിയപ്പോൾ ഭ്രാന്ത് പിടിച്ചതുപോലെ താൻ എന്തൊക്കെയാണ് അന്ന് ചെയ്തു കൂട്ടിയത്? അവൻ ഓർത്തുകൊണ്ട് അവളെ ഒന്ന് നോക്കി. ഇവിടെ ഇപ്പോൾ തൻ്റെ അന്നത്തെ അതേ അവസ്ഥയിൽ തന്നെയാണ് ഈ പെൺകുട്ടി നിൽക്കുന്നത്. പക്ഷെ തനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മനസ്സിൽ വർഷങ്ങൾക്ക് മുന്നേ ഒരുവൾ സ്ഥാനം പിടിച്ചതാണ്. അവളെയല്ലാതെ മറ്റൊരുവളെയും ആ സ്ഥാനത്തേക്കൊന്ന് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ശ്രീനാഥില്ല. അവൻ ഓർത്തുകൊണ്ട് അവൾ അരികിലേക്ക് ഒരല്പം നീങ്ങി നിന്നു. മേഘ, തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. പക്ഷെ കഴിയില്ലടും. ആവണിക്കല്ലാതെ മറ്റൊരാൾക്കും ഈ നെഞ്ചിൽ സ്ഥാനം കൊടുക്കാൻ എനിക്കൊരിക്കലും കഴിയില്ല. അവൻ ഉറച്ച ശബ്ദത്തിൽ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ പൊട്ടിക്കരഞ്ഞുപോയി. ഏയ്, താൻ എന്താണോ കാണിക്കുന്നത്? പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവൻ ഞെട്ടലോടെ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. എടോ, താനൊന്ന് കരയാതിരിക്കും, ആരെങ്കിലും കണ്ടാൽ നാണക്കേടാണ്. അവൻ വെപ്രാളത്തോടെ പറഞ്ഞു. എന്നാൽ അതിന് മറുപടി പറയാതെ അവൾ അവനെ നോക്കിയ ശേഷം തിരിച്ച് സ്റ്റാഫ് റൂമിലേക്ക് ഓടി. അവൾ പോന്ന് നോക്കിയെന്ന അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം ഫസ്റ്റ് BSc ക്ലാസ്സിൻ്റെ വരാന്തിൽ നിന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്ന അവനിയുടെ മുഖത്ത് പതിഞ്ഞു. ടെൻഷനോടെ തന്നെ നോക്കി കണ്ണുകൾ കൊണ്ട് എന്തായെന്ന് ചോദിക്കുന്നവളോട് അതേ രീതിയിൽ തന്നെ ഒരു പുഞ്ചിരിയോടെ കണ്ണുകൾ ചിമ്മി കാണിച്ചു കൊടുത്തു. ശേഷം അവളോട് കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു. അവൻ പോയിട്ടും അവളൊരു അല്പസമയം കൂടി അങ്ങനെ തന്നെ നിന്നു. അപ്പോഴാണ് സ്റ്റാഫ് റൂമിൽ നിന്നും ഒരു ഭാഗം എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്ന മേഘയെ അവൾ കാണുന്നത്. ആ സമയം അവളുടെ ആ പോക്ക് അവളിൽ ഒരു പന്തികേട് ഉണ്ടാക്കിയെങ്കിലും അവളത് മറച്ചു വെച്ചുകൊണ്ട് ഒരു നെടുവീർപ്പോടെ ക്ലാസ് റൂമിലേക്ക് കയറി. DIG ഓഫീസിലെ മീറ്റിംഗ് ഹാളിൽ മീഡിയാസ് എല്ലാവരും അക്ഷമയുടെ കാത്തിരുന്നു. ഇന്നാണ് പ്രിയദർശിനി പ്രസ് മീറ്റ് നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. പ്രിയദർശിനിയുടെയും മറ്റും വരവിനായി അവർ ഓരോരുത്തരെ കാത്തിരുന്നു. ഏകദേശം 10 മിനിറ്റ് കൂടി കഴിഞ്ഞതും DIG ഉൾപ്പെടെയുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ മീറ്റിംഗ് ഹാളിലേക്ക് കയറി വന്നു. ഗുഡ് മോർണിംഗ് ഓൾ. ഹാളിൽ ഇരുന്നവരെല്ലാം വിഷ് ചെയ്തുകൊണ്ട് അവർ ഓരോരുത്തരായി ചെയറിലേക്ക് പോയിരുന്നു. അപ്പം നമുക്ക് മീറ്റിംഗ് ആരംഭിക്കാം. DIG തന്നെ മീറ്റിംഗിൽ തുടക്കം കുറിച്ചു. ഇത്രയും അർജന്റായിട്ട് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. എന്താണ് സാർ ഇത്? കോളിളക്കം സൃഷ്ടിച്ച മറിയം ഫിലിപ്പിന്റെ കൊലപാതകത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണോ? DIG പറഞ്ഞു കഴിഞ്ഞതും മുന്നിൽ തന്നെ ഇരുന്ന ഒരു മീഡിയ റിപ്പോർട്ടർ ചോദിച്ചു. തീർച്ചയായും അതെ. മറിയം ഫിലിപ്പ് എന്ന പെൺകുട്ടിയുടെ മരണത്തിന്റെ പ്രധാന ഉത്തരവാദി ആരാണെന്ന് ഓൾറെഡി നിങ്ങൾ നേരത്തെ തന്നെ അറിഞ്ഞു കഴിഞ്ഞതാണല്ലോ. യെസ് സാർ, അത് ഞങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. എസംസ് ഇൻഡസ്ട്രീസിന്റെ MD സാഹിർ മുഹമ്മദ് അല്ലേ സാർ ആ കേസിലെ പ്രതി? മറ്റൊരു മീഡിയ ചോദിച്ചു. അതെ, ഇന്ത്യയൊട്ടാകെ അറിയപ്പെടുന്ന എസംസ് ഗ്രൂപ്പ്സിന്റെ MD സാഹിർ മുഹമ്മദ്. മുംബൈയിൽ ഇവിടെ പല ബിസിനസ് സ്ഥാപനങ്ങളുമുണ്ട്.
എസ് കൺസ്ട്രക്ഷൻ, എസ് ടെക്സ്റ്റൈൽസ്, ഹോസ്പിറ്റൽ, അങ്ങനെ. അപ്പോൾ ഇത്രയും ദിവസമായിട്ടും അയാളെ പിടിക്കാൻ സാധിക്കാത്തത് പോലീസിൻ്റെ അനാസ്ഥയാണോ അതവിടെ പണത്തിൻ്റെ പവറാണോ സാർ? അദ്ദേഹം പറഞ്ഞു കഴിയും മുന്നേ വേറൊരു മീഡിയ ചോദിച്ചു. അത് കേട്ടും അദ്ദേഹം ഒന്ന് ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി. നിങ്ങൾ മീഡിയക്കാരുടെ സ്ഥിരം പല്ലവിയാണിത്. ഒരു കേസുണ്ടായാൽ അതിലെ പ്രതിയെ 24 മണിക്കൂറിനുള്ളിൽ പിടിച്ചില്ലെങ്കിൽ അത് പോലീസിന്റെ അനാസ്ഥ, അല്ലെങ്കിൽ അവിടെ കയ്യിൽ നിന്നും കാശ് വാങ്ങി കൂറ് കാണിക്കണം, അല്ലേ? അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും അതിലെ ഓരോ വാക്കുകളും മൊത്തം മീഡിയക്കാർക്കും എതിരെയുള്ള ഒരു കുറ്റപ്പെടുത്തലായിരുന്നു. അത് സത്യം തന്നെയല്ലേ സാർ? പ്രതി ആരാണെന്ന് അറിഞ്ഞിട്ടും ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു, എന്നിട്ടും അയാളെ പിടിക്കാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞാൽ അത് പോലീസിന്റെ അനാസ്ഥയാണെന്ന് തന്നെയല്ലേ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? മറ്റൊരു മീഡിയ അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പ്രതി ആരാണെന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്തില്ല. പക്ഷെ നിങ്ങളൊന്ന് ഓർക്കണം, അങ്ങനെ ഞങ്ങൾ അതിന് ഒരു താമസം കാണിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മറുവശം കൂടെയുണ്ട്. എന്ത് മറുവശമാണ് സാർ? മീഡിയ ചോദിച്ചു. പറയാം, അത് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു പ്രസ് മീറ്റ് വെച്ചത്. ഉറച്ച ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞതും എല്ലാവരും അയാളെ ഊറ്റി നോക്കിക്കൊണ്ടിരുന്നു. ലക്ഷ്മിപുരം തറവാട്ടിലുള്ള എല്ലാവരും ടിവിയുടെ മുന്നിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ന്യൂസിലൂടെ കേൾക്കുന്ന ഓരോ വാക്കുകളും അവർ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. പറയാം, അത് പറയാൻ വേണ്ടിയാണ് ഇപ്പം ഞങ്ങളിങ്ങനെ ഒരു പ്രസ് മീറ്റ് വെച്ചത്. ന്യൂസിലൂടെ കേൾക്കുന്ന DIGയുടെ ശബ്ദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സോഫയുടെ ഒരു അറ്റത്തായിട്ടിരിക്കുകയാണ് ആനന്ദ്. അവൻ്റെ തൊട്ടടുത്തായി നന്ദുകൊണ്ട്. കുഞ്ഞിപ്പെണ്ണ നിലത്തിരുന്ന് ആദിയുടെ കൂടെ കളിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് നന്ദുവിനെ നോക്കി മാമ എന്ന് വിളിക്കുന്നുമുണ്ട്. നന്ദു ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി കൈനീട്ടി കാണിച്ചുവെങ്കിലും ആദ്യോടൊപ്പമുള്ള കളി ഉപേക്ഷിച്ച് വരാൻ അവൾ തയ്യാറായില്ല. എല്ലാവരും ന്യൂസ് കാണുന്നതിനോടൊപ്പം തന്നെ കുഞ്ഞിപ്പെണ്ണിന്റെ കളിയും ആസ്വദിക്കുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണിന്റെ കിളിക്കൊഞ്ചലുകൾ ആ മുറിയിലാക്കി അലയടിച്ചുകൊണ്ടിരുന്നു. TV-യിലൂടെ വീണ്ടും DIGയുടെ ശബ്ദം മുഴങ്ങി കേട്ടു. സത്യത്തിൽ ഈ എസ് ഗ്രൂപ്പ് എന്നത് സഹീറിന്റെ ആയിരുന്നില്ല. മുഹമ്മദ് മനസ്സിൽ അബൂബക്കർ സാഹിബ് ആയിരുന്നു എസ് ഗ്രൂപ്പിന്റെ തലവൻ. നേരും നിറയുമുള്ളൊരു മനുഷ്യനായിരുന്നു സാഹിബ്. വർഷങ്ങൾക്ക് മുൻപ് ഒരു ജോലി അന്വേഷിച്ച് ബോംബെ എന്ന വലിയ നഗരത്തിൽ എത്തിച്ചേർന്ന സാഹിബ് അവിടെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് കുട്ടിവെച്ച കാശുകൊണ്ട് ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അത് പിന്നെ വളർന്ന് പന്തലിച്ച ഇന്ത്യയൊട്ടാകെ അറിയപ്പെടുന്ന എസ് ഗ്രൂപ്പായി. അതിനിടയിൽ അദ്ദേഹം വിവാഹം കഴിച്ചു. അതിൽ 3 മക്കൾ: സഹീർ മുഹമ്മദ്, സാവന്ത് മുഹമ്മദ്, സജീർ മുഹമ്മദ്. പക്ഷെ അച്ഛനെ പോലെ ആയിരുന്നില്ല മക്കൾ 3 പേരും. ചെറുപ്പം മുതലേ അവർക്ക് പണത്തിനോട് ആർത്തിയായിരുന്നു. എത്രയൊക്കെ ഉണ്ടാക്കിയിട്ടും വീണ്ടും വീണ്ടും അവർ പണം ഉണ്ടാക്കാനായി ഓടി നടന്നു. അതിനായി അവർ പല ഇല്ലീഗൽ ബിസിനസ് നടത്തി. ഹ്യൂമൻ ട്രാഫിക്, അങ്ങനെ. അതിൽ പ്രധാനമായും ഓർഗൻ ട്രാഫിക്കിംഗ്. റയർ ഗ്രൂപ്പിലുള്ള ഓർഗൻസിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ ഡോളേഴ്സാണ് അവിടെ കയ്യിലേക്ക് ഒഴുകിയെത്തിയത്. എസ് ഹോസ്പിറ്റൽ മറവിൽ അവർ റയർ ഗ്രൂപ്പിൽപ്പെട്ട പല ആളുകളെയും കൊന്നൊടുക്കി അവരുടെ ഓർഗൻസ് വിദേശ മാർക്കറ്റിലേക്ക് കയറ്റി അയച്ചു. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ ഏതൊരു സിനിമയിൽ കണ്ടതുപോലെ അവരുടെ ഹോസ്പിറ്റൽ ചികിത്സയ്ക്കായി വരുന്ന റയർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ നിരീക്ഷിച്ച സാഹചര്യവും സന്ദർഭവും ഒത്തുവരുമ്പോൾ അവർക്കൊരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്ത് ബ്രെയിൻ ഡെത്ത് സംഭവിപ്പിക്കും. ശേഷം അവരുടെ റിലേറ്റീവിന്റെ മുൻപിൽ ഓർഗൻ ഡൊണേഷൻ മഹത്വത്തെക്കുറിച്ച് ഒരു സ്പീച്ച് നടത്തും. അത് കേൾക്കുന്ന പലരും തങ്ങളുടെ പ്രിയപ്പെട്ടവർ മരണശേഷം മറ്റുള്ളവരുടെ എങ്കിലും ജീവിക്കുമല്ലോ എന്ന ചിന്തയിൽ ഡൊണേഷന് സമ്മതം അറിയിക്കും. പക്ഷെ അവർ ആരും അറിയുന്നില്ല തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഓർഗൻസ് അവർ വിദേശ രാജ്യങ്ങളിൽ വിറ്റ് കാശാക്കിയാണ് സത്യം. 3 വർഷങ്ങൾക്ക് മുൻപ് മുംബൈ പോലീസ് ഇവിടെ സകല കള്ളത്തരങ്ങളും കണ്ടുപിടിച്ച സഹീർ, സാവന്ത്, സജിർ എന്നിവരെ ജയിലിൽ അടച്ചതാണ്. എന്നാൽ മാസങ്ങൾക്ക് മുൻപ് ഇവർ ജയിൽ മോചിതരായി. എങ്ങനെയെന്നാൽ എസ് ഹോസ്പിറ്റൽ ഡോക്ടറായി ജോലി ചെയ്യുന്ന ആന്റണി എന്ന പാവം മനുഷ്യന്റെ പേരിൽ ഇവർ എല്ലാ കുറ്റങ്ങളും ചാർത്തിക്കൊടുത്തു. തങ്ങൾ പോലും അറിയാതെ ഹോസ്പിറ്റലിന്റെ മറവിൽ ഇതെല്ലാം ചെയ്തത് ആന്റണിയാണെന്ന് വരുത്തി തീർത്തു. അതിനുള്ള തെളിവുകൾ ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്തു. സോഷ്യൽ മീഡിയയിൽ വൈറലായ സഹീറിന്റെ കുറ്റസമ്മതം കോടതിയിൽ ആന്റണിയുടെ കുറ്റസമ്മതമായി മാറി. തെളിവുകളുടെയും സാക്ഷികളുടെയും അടിസ്ഥാനത്തിൽ ആ പാവൻ ഡോക്ടർ ജയിലിലായി. അദ്ദേഹം പറഞ്ഞു തീർത്തുകൊണ്ട് അവരെ എല്ലാവരെയും നോക്കി. എല്ലാവരും തങ്ങൾ പറയുന്നത് ഓരോന്നും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തല ചിരിച്ച് പ്രിയൊന്ന് നോക്കിയതും ബാക്കി അവൾ പറയാൻ തുടങ്ങി. ഞാൻ ACP ജോയിൻ ചെയ്ത ശേഷം എൻ്റെ അടുത്ത് വന്ന 2ാമത്തെ കേസായിരുന്നു മുംബൈ നഗരത്തിൽ അനധികൃതമായി നടക്കുന്ന ഡ്രഗ്സ് മാർക്കറ്റിംഗ്. പല വഴിക്ക് അന്വേഷിച്ചെങ്കിലും അതിന് യഥാർത്ഥ സോഴ്സ് എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. മുംബൈ നഗരത്തിലെ പല ഡ്രഗ്സ് ഡീലേഴ്സിനെയും പൊക്കിയെടുത്ത് ചോദ്യം ചെയ്തുവെങ്കിലും അവരുടെയൊക്കെ മുന്നിൽ യഥാർത്ഥ തലവൻ അജ്ഞാതനായിരുന്നു. ഇരുട്ടിൽ തപ്പുന്നത് പോലെയായിരുന്നു ആ സമയങ്ങളിലൊക്കെയും. അങ്ങനെ ഇരിക്കാണ് പഴയ കുറച്ച് ഡ്രഗ്സ് കേസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ നോക്കുന്നത്. അതിലൂടെ ഞാൻ ആന്റണിയിൽ എത്തിച്ചേർന്നു. ജയിലിൽ പോയി അയാളെ കണ്ടു. അയാളിൽ നിന്നുമാണ് സഹീറിനെ കുറിച്ച് അവൻ്റെ ചതിയെക്കുറിച്ചും അറിയുന്നത്. ആദ്യമൊന്നും വിശ്വസിച്ചില്ലെങ്കിലും
അയാളുടെ ദയനീയമായ നോട്ടത്തിൽ എവിടേക്കോ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് സുപ്പീരിയർ ഓഫീസിന്റെ പ്രത്യേക അനുമതിയോട് കൂടി ആ കേസ് ഞാൻ റീ ഓപ്പൺ ചെയ്യുന്നത്. സത്യത്തിൽ അന്വേഷണം ആരംഭിക്കുമ്പോൾ മുന്നിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആകമൊത്തം ബ്ലാങ്ക്. എവിടെ നിന്ന് തുടങ്ങണമെന്നറിയാതെ നിന്നപ്പോൾ ഒരാൾ എന്നെ കാണാൻ വരുന്നത്. മുഹമ്മദ് മൻസിൽ അബൂബക്കർ സാഹിബ്. അദ്ദേഹമാണ് ആരണി പുറത്തിറക്കാനുള്ള തെളിവുകൾ എന്നെ ഏൽപ്പിക്കുന്നത്. സ്വന്തം മക്കൾക്കാണ് ഒരിക്കലും മറ്റൊരു കുടുംബം തകരാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ SM's ഹോസ്പിറ്റൽ സഹീർ നടത്തിയ എല്ലാ ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ കുറിച്ചും ഒറിജിനൽ തെളിവുകൾ അദ്ദേഹം എനിക്ക് കൈമാറി. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സഹീറിനെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് ഞങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഡ്രഗ്സ്, ഓർഗൻ ട്രാഫിക് പോലെയുള്ള മാരകമായ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തി സഹീറിനെ പോലെ ഒരാൾ എങ്ങനെ അത്ര പെട്ടെന്ന് ജയിൽ മോചിതനായി? പുറത്തുനിന്ന് മാഗി അവനെ സഹായിക്കാനുള്ളത് അവൻ്റെ ഉപ്പ മാത്രമാണ്. അദ്ദേഹം അതൊരിക്കലും ചെയ്യില്ല. അപ്പോൾ പിന്നെ മറ്റോ ആരവന് സഹായത്തിനായിട്ടുണ്ട്. ഒരു പക്ഷെ അവൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ അവൻ്റെ ബോസ്. അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ അയാൾ ആരാണെന്ന് അറിയാനുള്ള അന്വേഷണമായിരുന്നു. അതാണ് എന്നെ ഈ കേരളത്തിലേക്ക് എത്തിച്ചത്. അപ്പം നിങ്ങൾ അയാളെ കണ്ടെത്തിയോ മേഡം? ആരാണ് അയാൾ? പ്രിയ പറഞ്ഞു നിർത്തിയതും ഒരു മീഡിയ ചോദിച്ചു. അതിന് മറുപടി അവൾ നിന്ന് മന്ദഹസിച്ചുകൊണ്ട് സൈഡിലായി സെറ്റ് ചെയ്തിരുന്ന പ്രൊജക്ടർ ഓൺ ചെയ്തു. ചുറ്റിനും ഇരുട്ട് നിറയുന്നതോടൊപ്പം പ്രൊജക്ടറിൽ നിന്നുമുള്ള വെളിച്ചം അവിടെ ആകെ പരന്നു. പ്രൊജക്ടറോടെ കാണിക്കുന്ന വിഷ്വൽസിലൂടെ കണ്ണുകൾ പായിച്ചതും മീഡിയ അടക്കം അവിടെ ഇരുന്ന് സകലരും ഞെട്ടിത്തെറിച്ചുപോയി. ആഭ്യന്തരമന്ത്രി രാജേന്ദ്ര പ്രസാദ് അവിടെ ഇരുന്ന ഓരോരുത്തരെയും നാവുകൾ മന്ത്രിക്കുമ്പോൾ TV-യിലൂടെ ഈ വാർത്ത കണ്ട നന്ദുവിന്റെ കണ്ണുകൾ ആനന്ദിന് നേർക്ക് നീണ്ടു. അവിടെ പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും കാണുന്നില്ലെന്ന് കണ്ടതും അവളുടെ കണ്ണുകൾ കൂർത്തു. ഇതേസമയം ഏക്കറുകൾ വിസ്തൃതിയിലുള്ള റബ്ബർ എസ്റ്റേറ്റിന് നടുക്കായിട്ടുള്ള ആ പഴയ ഗോഡൌണിനുള്ളിൽ നിന്നും അവന്റെ അലർച്ച ഉയർന്നു കേട്ടു. പന്ന, അവളപ്പോൾ എനിക്ക് അറിഞ്ഞുകൊണ്ട് പണി തരാൻ വേണ്ടിയാണല്ലേ എൻ്റെ കമ്പനിയിലേക്ക് കെട്ടിയെടുത്തത്? സഹീർ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല പ്രിയദർശിനി, നീയൊക്കെ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരുക തന്നെ ചെയ്യും. നിനക്കെന്നല്ല, ഒരാൾക്കും എന്നെ തടയാൻ കഴിയില്ല. ആ നിമിഷം അവൻ്റെ കണ്ണുകളിൽ സർവ്വതും നശിപ്പിക്കാനുള്ള പക മാത്രം തെളിഞ്ഞു നിന്നു.